ഹരിദാസ്, ബംഗ്ലാദേശിൽ സംഘർഷം ഒഴിയുന്നേയില്ല. ബംഗ്ലാദേശിൽ ഇപ്പോഴിതാ അവിടുത്തെ സർക്കാരിനെതിരായി പട്ടാളം രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമുക്കറിയാം. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന നിലവിലെ അവിടുത്തെ ഭരണാധികാരി ഹിന്ദുക്കൾക്കെതിരായി ബംഗ്ലാദേശിൽ അക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്ത അവിടുത്തെ ഭരണാധികാരി, ആ ഭരണാധികാരിക്ക് അടിതെറ്റുകയല്ലേ? മുഹമ്മദ് യൂനസിനെതിരെ സൈന്യം കൂടെ രംഗത്തിറങ്ങുമ്പോൾ പിടിച്ചു നിൽക്കാനാവാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവ് എത്തുകയല്ലേ? അല്ല, ബംഗ്ലാദേശിൽ ഇപ്പൊ വീണ്ടും കാര്യങ്ങൾ വഴിതെറ്റുന്ന അതാണ് കാണുന്നത്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബിഡൻ ഭരണകൂടം ഹിലരി ക്ലിന്റന്റെ വിശ്വസ്തനായ മുഹമ്മദ് യൂനിസിനെ ബംഗ്ലാദേശിന്റെ ഭരണകർത്താവായിട്ട് നിയോഗിക്കുന്നത്. അന്നൊരു ഒരു 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 കലാപത്തിന്റെ ഭാഗമായിട്ടാണ്. ഹസീന ഗവൺമെന്റിനെതിരായിട്ട് വിദ്യാർത്ഥികളെ ഇളക്കി, ബഹളമുണ്ടാക്കി, കലാപമുണ്ടാക്കി. അവസാനം ഹസീനയ്ക്ക് നാട് വിട്ടു വരേണ്ടി വന്നു. അതൊക്കെ ചരിത്രമാണെന്ന്. അത് ആ മുൻ പ്രധാനമന്ത്രി ഇന്നിപ്പോ ഇന്ത്യയിൽ സുരക്ഷിതമായിട്ട് കഴിയുന്നുമുണ്ട്. അന്ന് ആ കലാപത്തിന്റെ പിന്നിലുണ്ടായിരുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്ക മാത്രമല്ല, ജോർജ് സോറോസിന്റെ കൈയും പണവും അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് സോറോസിന്റെ ആളായിരുന്നു മുഹമ്മദ് യൂനിസ്. അതേപോലെ തന്നെ ഹിലരി ക്ലിന്റന്റെ ആളും. ഇയാളുടെ ഈ യൂനിസ് ബംഗ്ലാദേശിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ട ഒരു ചിത്രം, കഴിഞ്ഞ കുറെ കാലമായിട്ട് അവിടെ അടങ്ങിയിരുന്ന ജമായത്തെ പോലുള്ള സംഘടനകൾ, ഇസ്ലാമിക ജിഹാദി പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നു. അവർ അക്രമങ്ങൾ അയച്ചുവിട്ടു. ഹിന്ദു പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട്, ഹിന്ദുക്കൾക്കെതിരായിട്ട്, ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഗ്രാമങ്ങളിൽ ഒക്കെ കലാപങ്ങൾ നടന്നു. ഹിന്ദുക്കളുടെ വീടുകൾ തീവയ്ക്കപ്പെട്ടു. ഇസ്കോൺ പോലുള്ള സന്യാസ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ ജയിലിൽ അടച്ചത്, രാമകൃഷ്ണ മിഷന്റെ സന്യാസിമാരെ ജയിലിൽ അടച്ചത് ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതൊരു ഒരു ഒരു കുറെയെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ബംഗ്ലാദേശിനെ ഒരു ജിഹാദി സ്റ്റേറ്റ് ആയിട്ട് മാറ്റാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ട് മാറ്റാൻ ആസൂത്രിതമായ ശ്രമം നടന്നു. അതിന് ബിഡൻ ഭരണകൂടവും അതേപോലെ തന്നെ ബിഡന്റെ ഒപ്പം നിന്ന് ഹിലാരി ക്ലിന്റനും ഒക്കെ കൂട്ടുനിന്നു. ഈ ഹസീനയ്ക്കെതിരായിട്ട് അന്നുണ്ടായിരുന്ന ഒരു വലിയ ആക്ഷേപം, ബംഗ്ലാദേശിൽ ഒരു സൈനിക താവളം, ഒന്നിലേറെ സൈനിക താവളങ്ങൾ തുടങ്ങാൻ അമേരിക്ക പദ്ധതി ഇട്ടിരുന്നു. ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ മാത്രമല്ല, ചൈനയെ പ്രതിരോധിക്കാനുള്ള ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് കൂടിയാണ് ബംഗ്ലാദേശിനെ അമേരിക്ക അന്ന് കണ്ടത്. അതിന് ഹസീന അനുമതി കൊടുത്തില്ല. അന്ന് മുതലാണ് അമേരിക്കയും ബംഗ്ലാദേശിന്റെ അന്നത്തെ സർക്കാരുമായിട്ടുള്ള ബന്ധം മോശമായത്. നമ്മൾ ആ സമയത്തൊക്കെ തന്നെ മോഡി ഗവൺമെന്റ് ഹസീനയ്ക്ക് ഒപ്പം നിന്നു, സംരക്ഷണം നൽകി, എല്ലാ സഹായവും നൽകി. മ്യാൻമാറിലും മറ്റും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ, ചൈനയുടെ ഇടപെടൽ ഉണ്ടായപ്പോ ബംഗ്ലാദേശിൽ ചൈനയ്ക്ക് വന്നു കയറാൻ പറ്റാതെ വന്നതും ഇന്ത്യയുടെ സാന്നിധ്യം കൊണ്ടാണ്. പക്ഷെ പിൽക്കാലത്ത് ഈ യൂനിസ് വന്നതിന് ശേഷം ചൈന അവിടെ വന്ന് കയറാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇന്ത്യൻ അതിർത്തിയിൽ ഒരു സൈനിക കേന്ദ്രം തുടങ്ങാനുള്ള പദ്ധതി, അതിനുവേണ്ടി സ്ഥലം അലോക്കേറ്റ് ചെയ്തത് ഉൾപ്പെടെ, ചൈനയ്ക്ക് അലോക്കേറ്റ് ചെയ്തത് ഉൾപ്പെടെ നമ്മൾ കാണുകയുണ്ടായി. ഇന്നിപ്പോ ട്രംപ് ഭരണകൂടം വീണ്ടും ബംഗ്ലാദേശിൽ ഇടപെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ നിസ്സാരമായിട്ട് കണ്ടുകൂടാ. അത് ഇന്ത്യക്ക് അനുകൂലമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഈ ചൈനയുടെ ഇടപെടലിനെ അപേക്ഷിച്ച് ഭേദമായേക്കാം. ബൈഡനുണ്ടായിരുന്ന താല്പര്യം തന്നെയാണ് ഇന്നിപ്പോ ട്രംപിനുമുള്ളത്. ബംഗ്ലാദേശിൽ സൈനിക താവളങ്ങൾ ഉണ്ടാവണം അമേരിക്കയ്ക്ക്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഇന്റർനാഷണൽ ചാനലിൽ കണ്ട വാർത്ത, US പട്ടാളം ബംഗ്ലാദേശിൽ ധാക്കയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പൊ US പട്ടാളം ലാൻഡ് ചെയ്യുന്നതിനൊപ്പം നമ്മൾ കാണേണ്ടത്, അവിടുത്തെ ബംഗ്ലാദേശ് സൈന്യം ഈ യൂനിസിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നു.
തെരഞ്ഞെടുപ്പ് നടത്താതെ ഏകാധിപതിയായിട്ട് ഇനി എത്ര നാൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും? അതിന് ഞങ്ങൾ അനുവദിക്കില്ല. ഒന്നില്ലെങ്കിൽ ഉടനെ തെരഞ്ഞെടുപ്പ് നടത്തണം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകണം. അങ്ങനെ പറയാൻ ബംഗ്ലാദേശിനെ പ്രേരിപ്പിച്ച ഘടകം US ആർമി തന്നെയാണ്, US ഇടപെടൽ തന്നെയാണ്. അവിടെ അമേരിക്കയുടെ പുതിയ ട്രംപ് ഭരണകൂടത്തിലെ ഇന്റലിജൻസ് മേധാവി തുൾസി ഹബാർഡ് ഇന്ത്യയോട് ഒരു 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 ആത്മബന്ധം പുലർത്തിയിരുന്ന രാഷ്ട്രീയ നേതാവാണ് ട്രംപ് ടീമിലെ. അവരൊരു ഇന്ത്യയിലെ ഒരു ഇംഗ്ലീഷ് ടെലിവിഷൻ അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു, ബംഗ്ലാദേശ് ഇങ്ങനെ പോകാൻ പറ്റില്ല. അവിടുത്തെ ഹിന്ദു ജനതയോട് ഈ US ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടിനെ പരസ്യമായിട്ട് വിമർശിക്കാൻ തുളസി നേരത്തെ തയ്യാറായിരുന്നു. അതിനുശേഷം അവർ പറഞ്ഞു, ബംഗ്ലാദേശിൽ ഇങ്ങനെ പോകാൻ പറ്റില്ല, ബംഗ്ലാദേശ് ഒരു കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട പല ഘടകങ്ങളുമുണ്ട് എന്ന് പറഞ്ഞു. അതിന് പിന്നാലെയാണ് പട്ടാളത്തിന്റെ മുന്നറിയിപ്പ് വന്നത് എന്നതും നമ്മൾ കൂട്ടി വായിക്കണം. പക്ഷെ പട്ടാളം രംഗത്ത് വന്നതോടുകൂടിയിട്ട് പഴയ ജമാഅത്തെ ജിഹാദി ശക്തികൾ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർ ആയുധങ്ങൾ സംഭരിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വായിക്കുകയുണ്ടായി. ചില ബംഗ്ലാദേശ് ചാനലുകളിലും അത് കാണുകയുണ്ടായി. അവിടുത്തെ ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ തമ്പടിച്ചിട്ട് ഈ പട്ടാളത്തിന്റെ മുന്നറിയിപ്പിന് എതിരായിട്ട് സമരം ചെയ്യുകയുണ്ടായി. അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങളും കണ്ടെടുത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ തെരുവേദികളില് ഇത്തരം ഇസ്ലാമിക ശക്തികള് പ്രകടനം നടത്തുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അതിനിടയിലാണ് ഇന്ത്യയിൽ എത്തി രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം പോലും ഈ മുഹമ്മദ് യൂനിസ് ഉന്നയിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഹസീന ഇവിടെ സുരക്ഷിതമായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോ ഇന്ത്യയിൽ വന്ന് അഭയം തേടാൻ പറ്റുമോ എന്നായിരിക്കണം യൂനിസ് ചിന്തിച്ചത്. വേറെ എവിടെയും അയാൾക്ക് പോകാൻ കഴിയില്ല. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് വ്യക്തമായിട്ട് പറഞ്ഞു, ഇത്തരം ഒരാൾക്ക് സംരക്ഷണം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അയാൾ അത്രമാത്രം ദ്രോഹമാണ് ചെയ്തത്, അയാൾ സംരക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, യൂനിസ് ഇതിനിടയിൽ ചൈനയിൽ പോയി പാകിസ്ഥാനുമായിട്ട് ചർച്ച നടത്തി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈയിടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ സംഘർഷം ഉണ്ടായപ്പോ, പഹൽഗാമിന് ശേഷം ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോ പരസ്യമായിട്ട് പാകിസ്ഥാന് പിന്തുണ കൊടുക്കുകയും പാകിസ്ഥാനൊപ്പം നിൽക്കുകയും ചെയ്യും തങ്ങൾ എന്ന് പ്രഖ്യാപിച്ച ആളാണ് യൂനിസ്. അങ്ങനെ ഒരാളെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ചുമതല ഇന്ത്യക്കില്ലല്ലോ. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ബംഗ്ലാദേശിലുണ്ട്. ഞാനൊക്കെ മനസ്സിലാക്കുന്നത് യൂനിസിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് തന്നെയാണ്. യൂനിസിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവിടെ US ആർമി ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവര് ഭരണം ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഭരണത്തിന് മേൽ സ്വാധീനം ചെലുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരു കാര്യം കൂടി ഇവിടെ അതിന് സാക്ഷിയായിട്ട് പറയേണ്ടി വരും. ഈ അടുത്ത ദിവസങ്ങളില് IMF ബംഗ്ലാദേശിന് വായ്പ കൊടുക്കാൻ പോവാ. 1.3 ബില്യൺ US ഡോളേഴ്സ് 1.3 ബില്യൺ US ഡോളേഴ്സ് കൊടുക്കാൻ പോവുക. അതിന് വഴിയൊരുക്കിയത് അമേരിക്കയാണ്. റിഫോംസിന് വേണ്ടി ധനസഹായം എന്നാണ് അമേരിക്ക പറയുന്നത്. പാകിസ്ഥാന് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ സഹായത്തോടു കൂടി 1 ബില്യൺ US ഡോളർ കിട്ടിയത് നമ്മൾ കണ്ടു. അതിന് പുറമെ ബംഗ്ലാദേശിനും അമേരിക്ക പണം നൽകുന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ പുറത്ത് മാത്രമല്ല, ബംഗ്ലാദേശിന്റെ പുറത്തും സ്വാധീനം ഉണ്ടാക്കാൻ ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നു, ശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിനെന്തായിരിക്കും കാരണം എന്ന് എനിക്ക് പറഞ്ഞുകൂടാ. നമുക്ക് കാത്തിരുന്ന് കാണണം. ഇന്നത്തെ നിലയ്ക്ക് ട്രംപ് ഭരണകൂടവും ഇന്ത്യയും തമ്മിൽ വലിയ അകലമൊന്നുമില്ല, മാത്രമല്ല നല്ല സൗഹൃദത്തിലാണ് താൻ. പല കാര്യങ്ങളിലും ട്രംപും ഇന്ത്യയുടെ നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു ഇക്വേഷൻസ് നല്ല നിലയ്ക്ക് തന്നെയാണ് പോകുന്നത്. അതിനിടയിൽ എന്തുകൊണ്ടായിരിക്കാം ട്രംപ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും കണ്ണുവയ്ക്കുന്നത്? പഴയ കാലത്ത് ഇന്ത്യയും റഷ്യയും തമ്മിൽ, ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ പാകിസ്ഥാനിൽ ഒരു കണ്ണു വച്ചിട്ട് കാര്യങ്ങൾ നീക്കാൻ അമേരിക്ക തയ്യാറായിരുന്നു, പാകിസ്ഥാനെ സഹായിച്ചിരുന്നു അന്ന്. ഈ പാകിസ്ഥാനിലെ പലപ്പോഴും ഭീകര പ്രസ്ഥാനങ്ങളെ താലോലിച്ച് വളർത്താൻ കൊടുത്ത പണം മുഴുവൻ അമേരിക്കയുടേതാണ് എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്.
അതൊക്കെ നിർത്തിയത് ട്രംപാണ്. പക്ഷെ ട്രംപ് വീണ്ടും ചിന്തിക്കുമ്പോൾ ഞാനൊക്കെ വിചാരിക്കുന്നത് ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കും ട്രംപ്. ഈ ചൈനയുടെ ഇടപെടലുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയാകണം ഇപ്പോൾ അമേരിക്ക ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ IMF-ന്റെ വായ്പയും ഒക്കെ കൊടുത്ത് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ്. ഏതായാലും ഇനിയുള്ള നാളുകള് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇന്ത്യ കരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നതും കൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അതിർത്തിയിൽ ജാഗ്രത പുലർത്താൻ സൈന്യത്തിനും BSF-നും ഇന്ത്യ ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരാൾ പോലും അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വരാൻ അനുവദിച്ചുകൂടാ. പട്ടാളത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കമുണ്ടായാൽ അതിനെയും കരുതിയിരിക്കണം എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന്, സുരക്ഷാ സൈന്യത്തിന് ഇന്ത്യ ഗവൺമെന്റ് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതും കൂടി ഇവിടെ സ്മരിക്കേണ്ടതുണ്ട്. എന്തായാലും ഹരിദാസ് സാർ പറഞ്ഞതുപോലെ മുഹമ്മദ് യൂനിസിന്റെ കസേരയ്ക്കിളക്കം തട്ടിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഷെയ്ഖ് ഹസീനയ്ക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരുന്നു. പിന്നീടെത്തിയ മുഹമ്മദ് യൂനിസിന് ഇപ്പോഴൊരു സൈനിക അട്ടിമറി ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അപ്പോൾ മുഹമ്മദ് യൂനിസിനെതിരെയുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ ആഭ്യന്തര കലാപവും രൂക്ഷമാകുന്നു. ഈ ഒരു അവസരത്തിൽ അമേരിക്ക നൽകുന്ന സഹായവും ഏറെ പ്രസക്തമാണ്. പക്ഷേ സാർ ഇതിന്റെ ഒരു ചർച്ചയുടെ ഒരു കൺക്ലൂഷനിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഏത് തരത്തിലുള്ള ഒരു ആക്രമണത്തെയും ചെറുക്കാൻ പൂർണ്ണ സജ്ജമാണ്. അതിർത്തികളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒപ്പം കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുമുണ്ട്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.